ഹായ് നമസ്തേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു എക്സിബിഷനാണ്. കലൂർ സ്റ്റേഡിയത്തിലായിരുന്നു അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം അത് ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇതേ ഞങ്ങൾ എത്തി. വലിയ തിരക്ക് ഞങ്ങൾ എത്തിയ സമയത്ത് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇറങ്ങാറൊക്കെ ആയപ്പോഴേക്കും നല്ല തിരക്കൊക്കെ വന്നു. വർക്കിംഗ് ഡേ ആയിട്ടും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാർഗെയിനിങ് ഒന്നും പറ്റത്തില്ല. അവർ കുറയ്ക്കും ഒരു ചെറിയൊരു എമൗണ്ട്, അതിൽ കൂടുതൽ അവർ കുറച്ചും തന്നില്ലായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ പിന്നെ നോക്കിയിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ അത്രയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ട ഐറ്റംസ് മാത്രമേ പർച്ചേസ് ചെയ്തുള്ളൂ. ചില കടകളിൽ നല്ല നല്ല ഡ്രസ്സൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ഓരോ സ്ഥലത്തെയാണിത്. അതിനകത്ത് കടയുടെ ടോപ്പിൽ എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ സ്ഥലത്തെ ആണെന്നുള്ളത്. ഇങ്ങനെ രാജസ്ഥാൻ കാശ്മീരി സ്യൂട്ട്സ് അതൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളതായിരുന്നു. കുറേ ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഓർണമെൻറ്റ്സാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയത്. പക്ഷേ റേറ്റ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ല അങ്ങനെ എടുക്കണോ വേണ്ടിയോ എന്നുള്ളൊരു ഡൗട്ടാകും. കുറയ്ക്കാത്തതും കൂടി കൊണ്ടാണ് അങ്ങനെ എനിക്ക് തോന്നിയത്. പക്ഷേ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. ഓക്കെ, ആ റേറ്റിൽ അത് ഓക്കെയാണ് എന്നൊക്കെ എനിക്ക് തോന്നിയ സംഭവം മാത്രമേ ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ അവിടെ നിന്ന്. ഇത് പിന്നെ മെറൈൻ ഡ്രൈവിലേക്ക് വന്നു ഞങ്ങൾ. അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ചുകൂടി നല്ല അഫോർഡബിൾ ആണെന്ന് തോന്നി, പേഴ്സണലി തോന്നി. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നും കുറച്ച് പർച്ചേസ് ചെയ്തിരുന്നത്. ഇതൊക്കെയാണ് പർച്ചേസ് ചെയ്തത്. ഈ കവർ ഇടയിൽ ദച്ചൂട്ടി കളിപ്പാട്ടവും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തി. ആക്ച്വലി ഞാൻ വീട്ടിലെത്തിയത് അച്ഛൻ്റെ മീൻകറി കൂട്ടി ഫുഡ് കഴിക്കാനായിരുന്നു. പക്ഷെ അത് മാത്രം എടുക്കാൻ ആദ്യം മറന്നായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാറായപ്പോഴായിരുന്നു ഓർത്തത്. പിന്നെ അപ്പം എടുത്തു. പിന്നെ കുറച്ച് നേരം ദച്ചു മമ്മിയുടെയും അപ്പൂപ്പയുടെ ഒക്കെ കൂടെ ഒന്ന് കളിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് ഈവനിങ് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പിന്നെ പുറപ്പെട്ടായിരുന്നു. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ പോണ വഴിക്ക് ചേച്ചിയുടെ അവിടെ കയറി. അയ്യേ, നാണമാണ് എൻ്റെ കൊച്ചിന്. നാണം. എന്തെന്നാ കുഞ്ഞാ കളിക്കുന്നത്? അതെന്തത്? കൊടുക്കും എന്നൊക്കെ തിക്കോ തിക്കോ പെണ്ണാണോ ഡാനി? ചേച്ചി കളിക്കാനോ? ഇതാരാ മോനെ? ഇതാരാ? ഇതാരാ? അതല്ല ചേച്ചി, ഇതാരാ? ഇത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫൈനലി ഞങ്ങൾ വീടെത്തി, കീഴിലെത്തി. പോണ വഴിക്ക് ചേച്ചിയുടെ അവിടെയൊക്കെ കയറി ഫുഡൊക്കെ വാങ്ങിച്ച് ആണ് ഇവിടെ എത്തിയത്. 9:30 ഒക്കെ ആയി ഓൾറെഡി സമയം. അപ്പം ഞങ്ങൾ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എക്സിബിഷനിൽ. വേറൊന്നുമല്ല, ഒരു ടോപ്പും പിന്നെ ഒരു ഫ്രോക്ക്, പിന്നെ ദച്ചുവിന് ഒരു ഡ്രസ്സ്, നിച്ചുവിന് ഡ്രസ്സ്, പിന്നെ ഒരു മാല എടുത്തു, റിങ് എടുത്തു, അമ്മ ഒരു മാല എടുത്തു, കമ്മലെടുത്തു. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അന്യായ വിലയാണ്. ബാർഗെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേ കുറയ്ക്കില്ല. അങ്ങനെ ഒരുപാടൊന്നും അവർ കുറയ്ക്കില്ല. അപ്പം നമുക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തിലൊക്കെ കുറേ ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. അപ്പം നമുക്കിങ്ങനെ അത്രയും ഇഷ്ടമാവുകയാണ്, നമ്മൾ പറയുന്ന ആ റേറ്റ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, നല്ല ഓർണമെൻറ്റ്സിന് നല്ല കളക്ഷൻസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഇങ്ങനെ ഒന്നെടുത്ത് കഴിഞ്ഞാൽ മറ്റേത് വേണം എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നല്ല റേറ്റാണ്. ഒരു ചെറിയ കുട്ടിക്ക് 50 രൂപയാണ്. അപ്പം ഓൺലൈൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 50 രൂപയ്ക്കാണെങ്കിലും ചിലപ്പോൾ ഒരു 3-4 മൂക്കുത്തി കിട്ടിയെന്ന് വരും ഇവിടെ. പക്ഷേ ഒരെണ്ണത്തിന്, അതും ചെറുതിന്. പിന്നെ റിങ്ങിന് 100 രൂപ അങ്ങനെയൊക്കെയാണ്. അത് ചെറിയ ചെറിയ റിങ്ങിനൊക്കെ ലാസ്റ്റ് ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല. അവർ പറയുന്നത് വെള്ളം നനച്ചില്ലെങ്കിൽ 1 ഇയറും വെള്ളം നനച്ചാൽ 6 മന്തും നിൽക്കും എന്നൊക്കെയാണ്. നോക്കണം. പക്ഷെ മാല നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഞാൻ വാങ്ങിച്ചതിന് തന്നെ ഒരു 300 ഒക്കെ ആ ഒരു റേഞ്ചിലായി.
പക്ഷെ അത് അതിനുള്ളത് ഉണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ് പിന്നെ അത് എടുത്തത്. നല്ലതായിരുന്നു. ഞങ്ങൾ കല്ലൂർ എക്സിബിഷനിലും പോയി, അതേപോലെ മറൈൻ ഡ്രൈവിലുള്ളതിലും പോയായിരുന്നു. മറൈൻ ഡ്രൈവിലുള്ളതിനകത്തു നിന്നാണ് ഞാൻ ഒരു ഫ്രോക്ക് എടുത്തത്, മറ്റേന്നൊരു ടോപ്പും എടുത്ത് ചിക്കൻ കറിയുടെ. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ ഡേ. നല്ലതായിരുന്നു, ഒരു കംപ്ലീറ്റ് ഡേ അങ്ങനെ പോയി. ഇനിയിപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഓൾറെഡി ലേറ്റായി, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് കിടക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.